കാട്ടാന ആക്രമണമുണ്ടായ കോതമംഗലം കുട്ടമ്പുഴ നാച്ചേരിയിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത്. ജോലിക്ക് പോയി വീട്ടിലേക്ക് മടങ്ങിയ എൽദോസ് കാട്ടാന ആക്രമണത്തിൽ കൊലപ്പെടുകയായിരുന്നു. സമാനതകളില്ലാത്ത പ്രതിഷേധത്തിന് ശേഷം കളക്ടർ നേരിട്ടെത്തി നാട്ടുകാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് ശേഷം മാത്രമാണ് മൃതദേഹം എടുത്ത് മാറ്റാൻ പോലും നാട്ടുകാർ അനുവദിച്ചത്. എന്തായാലും സംഭവ സ്ഥലത്ത് നിന്ന് സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ നാട്ടുകാരുടെ പ്രതിഷേധം വലിയ രീതിയിൽ നമ്മൾ കണ്ടതാണ്. അവരുടെ ആശങ്ക പരിഹരിക്കേണ്ടത് അനിവാര്യവുമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അവിടെ നിന്നും? വീണാനും ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ അപകടം നടന്ന അല്ലെങ്കിൽ കാട്ടാന ആക്രമണം നടന്ന കുട്ടമ്പുഴയിലെ ക്ലാച്ചേരിയിലാണ്. ഇവിടെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഇന്നലെ രാത്രി എൽദോസിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഇന്നലെ രാത്രി ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് അഭിമുഖമായി കാണുന്ന ആ വഴിയിലൂടെ അദ്ദേഹം നടന്നു വരികയായിരുന്നു. ആ സമയത്താണ് പൊടുന്നനെ കാട്ടാനയുടെ മുന്നിൽ അദ്ദേഹം അകപ്പെടുന്നത്. ഇപ്പോൾ ഈ തിരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ പോലീസ് ഈ തിരിച്ച് കയർ വെച്ച് കെട്ടിയിരിക്കുന്ന ഈ സ്ഥലത്ത് ആ ഒരു പ്ലാസ്റ്റിക് കവർ കിടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം എൽദോസ് നേരിട്ടത്. നടന്നു വരികയായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അവിടെ നിന്ന് നടന്നു വരുന്ന വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ മുമ്പിൽ പെടുന്നത്. നമുക്ക് ഈ വശത്ത് കാണുന്ന ഈ ഭാഗത്തായിട്ടാണ് കാട്ടാന ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഈ എൽദോസ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ കാട്ടാന മുമ്പോട്ട് വരികയും എൽദോസിനെ ആക്രമിക്കുകയുമായിരുന്നു. ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് എന്ന് തന്നെ പറയാം. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മേഖലയിലാകെ ഉടലെടുക്കുകയും ചെയ്യുന്നു. ഏകദേശം 6 മണിക്കൂറോളം സമയമെടുത്താണ് ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ നാട്ടുകാർ സംബന്ധിച്ചത്. പ്രധാനമായും അവർ ഉന്നയിച്ച ഒരു ആരോപണം ഇത്തരത്തിൽ നിരന്തരമായ പരാതികൾ വ്യാപകമായി ഉന്നയിച്ചിരുന്നതാണ്. പക്ഷേ യാതൊരുവിധ നടപടിയും എടുക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റ് ജീവനക്കാരോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അവർ പ്രധാനമായും മുമ്പോട്ട് വെച്ച ഒരു കാര്യം. അതിൽ വലിയ വീഴ്ച വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യവും. പ്രധാനമായും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അഭാവം അത് വലിയ രീതിയിൽ ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ട്രെഞ്ച് കുഴിക്കണം, അതുപോലെ തന്നെ ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതിനൊന്നും തന്നെ കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ നിന്നുള്ള പ്രദേശവാസികൾ പറയുന്നത്. അതിന്റെ ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരു ജനരോക്ഷമാണ് ഇന്നലെ രാത്രിയിൽ ഈ പ്രദേശത്താകെ കണ്ടതും. ഇവിടെയുള്ള ഫെൻസിങ്ങിന്റെ ഒക്കെ അവസ്ഥ ഏകദേശം ഈ ഒരു രീതിയിലാണ്. പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഫെൻസിങ് എല്ലാം തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ഇവിടെ ഈ വഴിവിളക്കുകളുടെ അഭാവം വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ്. അതായത് കത്തുന്ന 1-2 ലൈറ്റുകൾ മാത്രമാണ് ഈ ഒരു റോഡിലുള്ളത്. ഈ റോഡിൽ മറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ ഈ ഇരുട്ട് ഉണ്ടായിരുന്നത് വലിയ രീതിയിൽ ഈ ഒരു അപകടത്തിന് അല്ലെങ്കിൽ ഈ ഒരു കാട്ടാന ആക്രമണത്തിന് കാരണമായി എന്നുള്ളതാണ്. അതായത് അദ്ദേഹം എൽദോസ് നടന്നു വരുന്ന വഴിക്ക് ഈ വെളിച്ച സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് ആനയെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ആനയെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ആനയുടെ മുമ്പിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഇപ്പോഴും ആ ഒരു ജനകീയ രോക്ഷം അടങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ കളക്ടർ എത്തി വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം നടത്തിയ ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം അത് അംഗീകരിക്കാമെന്നുള്ളൊരു ഒരു ഉറപ്പിന്റെ പുറത്താണ് ഈ മൃതദേഹം ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തു മാറ്റാൻ നാട്ടുകാർ സമ്മതിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് ഈ ഒരു വനംവകുപ്പിന് അല്ലെങ്കിൽ സർക്കാർ ഇടപെടൽ അത് കാര്യക്ഷമമായി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഏതായാലും ഇവിടുത്തെ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇവിടെ ഈ നിരന്തരമായി കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നിലവിൽ? അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആന മൃഗശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ബ്ലാവ്, ആന, അണ്ണ, കുരങ്ങ് ഇങ്ങനെയുള്ള ഇത് കാരണം ഒരു വിധത്തിലൂടെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ഇന്നലെ സംഭവം നടന്ന സമയത്ത് എത്തിയിരുന്നു ഇവിടെ. നടന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നു അറിഞ്ഞപ്പോൾ. എങ്ങനെയാണ് ഈ റോഡിന്റെ ഒരു അവസ്ഥ എന്താണ്? വെളിച്ച സംവിധാനത്തിന്റെ അഭാവം ഉണ്ട്. ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വെള്ളം. മുമ്പ് ഇതുപോലെ മേഖലയിൽ കാട്ടാനാക്രമണം ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്ത്? നിങ്ങൾ ഇതിനു മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനം വേണമെന്നാണ്? എല്ലാം പറയാറുള്ള, പക്ഷേ ചെയ്യാമെന്ന് പറയും. എന്നും പറഞ്ഞിട്ട് അവര് ബാക്കി കാര്യങ്ങൾ നടത്തില്ല. ഇന്നലെ
8 മണി 8:15 നടന്ന സംഭവമായി. ബോഡി എടുക്കാൻ ആംബുലൻസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ സമ്മതിച്ചില്ല. അവർ പറഞ്ഞ് തീരുമാനം ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ച് കളക്ടർ വരെ വരണോ, കളക്ടർ, DFO, റേഞ്ച് ഓഫീസർ, MLA മാർ, 2 MLA മാർ, മാത്യു വെള്ളനാടൻ ഉൾപ്പെടെ ഇവിടെ വരണോ. അതിനുശേഷമാണ് ഈ ബോഡി എടുക്കാൻ സമ്മതിച്ചത്. അതുപോലെ ജനരോഷാർ. ഈ എൽദോസിനെ പരിചയമുണ്ടോ? എൽദോസിന്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാഹചര്യം എന്ന് പറഞ്ഞാൽ അതുങ്ങൾ തീരെ പാവങ്ങളാണ്. ഒരു 5 സെന്റ് നല്ലൊരു വീടും, ഒരു വയസ്സ് ചെന്ന അപ്പനും, അവരെ കൊണ്ടൊന്നും കൂലിപ്പണി എടുത്ത് പോലും ജീവിക്കാൻ പറ്റില്ല. അത്രയും ഇവനെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. പിന്നെ ഈ പെൻഷനുമൊക്കെ കിട്ടിയാൽ അതുങ്ങൾ കാര്യമില്ല. ഇപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അടിയന്തര ഇടപെടൽ മറ്റു തരത്തിലുണ്ടാകണമെന്നൊരു ആവശ്യമുണ്ടോ? അതായത് ഫെൻസിംഗ് ഉൾപ്പെടെ. അത് ഇന്നലെ പറഞ്ഞാൽ അതിനെ ഉറപ്പ് തന്നേ പിന്നെയാണല്ലോ ബോഡി എടുപ്പിച്ചത്. അവരിന്ന് ചെയ്യാന്നാ പറഞ്ഞു. ഇന്ന് മുതൽ തുടങ്ങാം, ഫെൻസിങ് ചെയ്യാം, വഴിവിളക്കിടാം. ഇതൊക്കെ ഇന്നലെ വാഗ്ദാനങ്ങൾ ഒത്തിരി തന്നിട്ടുണ്ട്. ഇതുപോലത്തെ വാഗ്ദാനങ്ങൾ ഒത്തിരി ലഭിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ നിങ്ങൾക്ക്. എന്തായാലും ഇനിയിപ്പോ ഇത് നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ജനകീയ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമ്മുടെ പിള്ളേർക്കാകാൻ പാടില്ല. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതുതന്നെയാണ്. ഇത്തരത്തിൽ ഒരു ശാശ്വത പരിഹാരം, ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം അടിയന്തരമായി തന്നെ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യം അവർ കാലാകാലങ്ങളായി മുമ്പോട്ട് വയ്ക്കുന്നതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ ഇപ്പോഴും നൽകുന്നുണ്ടെങ്കിൽ പോലും അത് എന്ന് പാലിക്കപ്പെടും, അല്ലെങ്കിൽ എപ്പോൾ അത് അവർക്ക് ലഭിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഭയപ്പാടില്ലാതെ ഈ റോഡിലൂടെ നടന്നു പോകാൻ ഇന്ന് സാധിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഒരു ആശങ്കയായി തന്നെ തുടരുന്നു. എന്തായാലും ഇന്ന് ഈ കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താലാണ്. അതായത് ഈ ഒരു കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് ജനകീയ ഹർത്താലാണ് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകൾ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. പ്രധാനമായും ഈ കാട്ടാന ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് വരും മണിക്കൂറുകളിലും ഉടലെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. യെസ്, സുബിൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ശരി സുബിൻ.